ഇതായിട്ട് കൊടുക്കുന്നത്. പിന്നെ അല്ല കിടക്കട്ടെന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ. പരുവലപ്പള്ളിയിൽ ഇങ്ങനെ ഒരു സംഭവം ആരും കൊടുത്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ സംഭവം. ശരിയല്ലേ? ഇത് ആദ്യമായിട്ട് കൊടുക്കും. ഈ സംഭവം കൊണ്ടുപോകാനുള്ള സംഭവം എൻ്റെ ഒരു പെങ്ങളാണ് പെങ്ങൾക്ക് വേണ്ടി ഒന്ന് എന്നെ ഓട്ടോ വിളിച്ചത്. ഞാനവിടെ ഇത്രയും വലിയ ഭാഗമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വണ്ടി കൊണ്ട് വെട്ടി കൊണ്ട് അന്നേരം താണ്ടെ വലിയ ഒരു പ്ലാവ്, ഒന്നല്ല 2 പ്ലാവ് നമുക്ക് നമ്മളൊരു ചേട്ടന് കൊടുക്കാൻ വേണ്ടി വന്നേട്ടാ. പിന്നെ അല്ല നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വലിയ പ്ലാവേ താണ്ടെ വണ്ടിക്കകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കാൻ വേണ്ടി വന്നതാണേ. ബായ് പിടിച്ചു സേഫായിട്ടൊന്ന് വെച്ചിട്ട് പതുക്കെ ചരിച്ച് കയറ്റണേ. ഓക്കെ, അത് തോട്ടങ്ങോട്ടെ. ഇനി ഒന്നുകൂടെ ഉണ്ടേ. രാജീവ്, സ്ഥലം ഹരിപ്പാട് മുട്ടമാണ്. ഞാൻ കുറേ നാളുകളായിട്ട് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ കാണാറുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന പരിമലപ്പള്ളിയിലാണ്. അന്നേരം ഇവിടെ ഒരു 2 വലിയ പ്ലാവ് അല്ലേ, വലിയ മാവൊക്കെ എടുക്കാൻ വേണ്ടി വന്ന ചേട്ടനാണ്. ചേട്ടാ പേര് എവിടാ സ്ഥലം? അപ്പോൾ കൊല്ലത്ത് പോയി എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ പെട്ടെന്ന് തന്നെ പരിമലപ്പള്ളിയിലുണ്ടെന്നറിഞ്ഞ് ഞാൻ രാവിലെ വൈഫായിട്ട് ഇവിടെ വന്നതാണ്. ഞാൻ കുറേ അധികം സാധനങ്ങൾ എടുത്ത് ഇവിടെ വെച്ചിട്ട് ഞാൻ തിരിച്ചു പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട്. എനിക്ക് എന്തായാലും ഇവിടുത്തെ കളക്ഷനൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ നല്ല, ശരിക്കും നമ്മളെ ഫുൾ ഫോഴ്സിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. കാര്യം ഒന്നാമത് കാര്യം മഴ, പ്രതികൂല കാലാവസ്ഥയാണ്. എന്നാലും പെരുന്നാൾ സംബന്ധിച്ച് പെരുന്നാൾ ആയപ്പോഴത്തേക്ക് മഴയില്ല. അത് കഴിഞ്ഞപ്പം ഇന്നലെ രാത്രി ഇവിടെ നല്ല വെള്ളം കിടക്കും. അന്നേരം ഇന്നലെ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷമായിട്ട് ചെറിയ 2 മഴ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പ്ലാന്റൊക്കെ വെക്കാനും ഒക്കെ ഒരു രസവും സന്തോഷവും ഒക്കെ ആയിരിക്കും അല്ലേ. മാത്രമല്ല എനിക്ക് കണ്ടപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നത് രാജകൊട്ടാരമായിട്ട് വല്ല ബന്ധമുണ്ട്? തീർച്ചയായിട്ടും ഞാൻ പഴയ രാജാവായിരുന്നു. ഓക്കെ, കാര്യം പറഞ്ഞാൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തിരുവനന്തപുരത്ത് രാജാവ്. ഞാൻ എന്തായാലും കൊല്ലത്ത് പോകുന്നുണ്ട്. കൊല്ലത്ത് വന്ന് ഞാൻ തീർച്ചയായിട്ടും കുറേ അധികം സാധനങ്ങൾ എടുക്കും. ഓക്കെ, ഇനി വീണ്ടും വരണം. കൊല്ലത്തൊക്കെ വരുമ്പോഴത്തേക്ക് എടുക്കുക. ഇനി നമുക്ക് വലിയ 2 പ്ലാവ് എടുത്ത് വെക്കാനുണ്ട്. വണ്ടിക്കകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കണം. എന്നിട്ട് സേഫായിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുക. പിന്നെ മണ്ണ് കവർ പതുക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മണ്ണ് അധികം ഇളകാതെ പ്ലാന്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് പ്ലാവാണ്, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക. കെട്ടി നിന്ന് കഴിഞ്ഞാൽ അഴുകിപ്പോവും, ഇലയൊക്കെ പൊഴിഞ്ഞു പോകും. പതുക്കെ കൊണ്ട് ഇതങ്ങ് അഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഒരെണ്ണം പ്ലാവ് പിടിക്കും, ചക്ക പിടിക്കും. അടുത്തത് 2 കൊല്ലം കഴിയും. കാര്യം എന്ന് പറഞ്ഞാൽ J33 പ്ലാവാണ് ഒരെണ്ണം എടുത്തേക്കുന്നത്. വിയറ്റ്നാം പ്ലാവ്, വലിയ മരം. ഓക്കെ, മാത്രമല്ല ചേട്ടാ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുന്നു പ്ലാവ് 2 എടുത്ത് വെച്ചേക്കുന്നത്. അതല്ല ചേട്ടൻ്റെ പേര് തരുന്നത്? എൻ്റെ പേര് ഷാജൻ. നമ്മളെ എവിടെ സ്ഥലം എവിടെ? എൻ്റെ വീട് മഞ്ഞാടി, തിരുവല്ല. നമ്മളെ പേജൊക്കെ കാണുന്നുണ്ടല്ലേ? അല്ല, ഞങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. കുമാറിനെ നമുക്ക് നേരിൽ ഇപ്പോഴാണ് കണ്ടെങ്കിലും നമ്മളൊരു കസ്റ്റമറാണ്. നിങ്ങളുടെ ആശ്രമം കൊല്ലം ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. കൊല്ലത്ത് ആശ്രമ മൈതാനത്തും വന്നിട്ടുണ്ട്. അടിപൊളി. എല്ലായിടത്തും നമ്മളെ നേരിൽ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. നല്ല എല്ലാം നല്ല പ്ലാന്റുകളാണ്. കുഴപ്പമൊന്നും പ്രയോജനപ്പെടുന്നുണ്ടല്ലോ. എല്ലാം നല്ല രീതിയിൽ പോകുന്നു. ചേച്ചി ഓർക്കിഡ് ചേച്ചി ഓർക്കിഡ് ചേച്ചിയുടെ എന്ന് പറഞ്ഞാല് ഓർക്കിഡ് ആണല്ലേ? പുള്ളി ഓർക്കിഡും റോസയുമാണ് പുള്ളിയുടെ, ചെമ്പരത്തിയുമാണ് പുള്ളിയുടെ മെയിൻ. ഓക്കെ, താങ്ക് യു. പറയാം, കേട്ടില്ല. പറഞ്ഞു. ഞങ്ങളുടെ മമ്മിക്ക് 24 മണിക്കൂർ ഈ വീഡിയോ കാണാനേ ഉള്ള നേരം ആണ്. അതുകൊണ്ടാണ് ഞങ്ങളെ ഇങ്ങോട്ട് ഓടിച്ചുവിട്ടേക്കുമല്ലേ? എന്നിട്ട് ഓരോന്നും ഫോണിലൂടെ ഫോട്ടോ കണ്ടിട്ട് സെലക്ട് ചെയ്തല്ലേ? ഓക്കെ. അതല്ലേ മമ്മിയുടെ പേരെന്ന് പറഞ്ഞേരെ? മറിയാമ്മ. അന്നേരം മറിയാമ്മ ചേച്ചി, നമുക്ക് എപ്പോഴെങ്കിലും നേരിട്ട് കാണാം. അന്നേരം സമയം പോലെ വായോ. അന്നേരം നമുക്ക് താണ്ടെ ഒരു വലിയ പ്ലാവ്, 1 അല്ല 2 പ്ലാവ് നമുക്കൊരു വണ്ടിക്കകത്ത് കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അന്നേരം അത് പരിമലപ്പള്ളിയിലാണ്. പരിമലപ്പള്ളിയിൽ ആദ്യകാല വസതിയുടെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല വീട്ടുണ്ടല്ലേ. താണ്ടെ അണ്ണൻ്റെ പ്ലാവ് 1, ഇനി 1 കൂടെ ഉണ്ട്, അത് വരുന്നുണ്ട്. അന്നേരം പതുക്കെ സേഫാക്കി ആദ്യമേ മണ്ട അകത്തോട്ട് കയറ്റണം. അതിനകത്ത് കയറുന്നില്ല. പതുക്കെ പൊടിയാതെ മേള്. ഓക്കെ, അത് തോട്ടങ്ങോട്ടെ. ഇനി ഒന്നുകൂടെ ഉണ്ടേ. അന്നേരം താണ്ടെ വലിയ ഒരു പ്ലാവ്, 1 അല്ല 2 പ്ലാവ് നമുക്ക് നമ്മളൊരു ചേട്ടന് കൊടുക്കാൻ വേണ്ടി വന്നേട്ടാ. പിന്നെ അല്ല നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വലിയ പ്ലാവേ താണ്ടെ വണ്ടിക്കകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കാൻ വേണ്ടി വന്നതാണേ. ബായ് പിടിച്ചു സേഫായിട്ടൊന്ന് വെച്ചിട്ട് പതുക്കെ ചരിച്ച് കയറ്റണേ. പരിമലപ്പള്ളിയിലാണേ. പതുക്കെ അണ്ണാ അതിൻ്റെ ഇല മണ്ണിന് ഷേക്കൊന്നും വരാത്ത രീതിയിൽ അണ്ണാ എടുക്കുമ്പോഴും പതുക്കെ 2 പേര് നിന്നിട്ട് പതുക്കെ ഇങ്ങനെ പിടിച്ച് പതുക്കെ പുറത്തോട്ട് എടുക്കാം. ഓക്കെ, ഇനി ബാക്കിയുള്ള സാധനങ്ങൾ അതിനകത്ത് വെക്കണം കേട്ടാ ചേട്ടാ. അന്നേരം കാണാം, വീണ്ടും കാണാം സമയം പോലെ. ഓക്കെ ശരി. അടുത്ത വർഷം വരും. ഓക്കെ. അന്നേരം സുഹൃത്തുക്കളെ, നമ്മളിപ്പോ പരിമലപ്പള്ളിയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഓക്കടപ്പിലൂടെ 1ാമതായിട്ടുള്ള വിജയ് അല്ലെ, ഏറ്റവും വലിയ മരം കിട്ടിയത് ഈ മോന്റെ പേരെന്ന് പറഞ്ഞേ ജെറോം. അതായത് സ്ഥലം ഇവിടെ നിരണം ഉള്ള ജെറോമിനാണ് ഈ വലിയ മരം അടിച്ചേക്കുന്നത്. അന്നേരം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? സന്തോഷമുണ്ടോ? അന്ന് എങ്ങനെ ഇത് എഴുതി ഇട്ടേന്ന് പറ.
അത് ഞങ്ങൾ പരിമലപ്പള്ളി വന്നപ്പോ അമ്മയ്ക്ക് റോസ് മേടിക്കാൻ കേറി എന്നിട്ട് അപ്പൊ അങ്ങള് പറഞ്ഞത് എഴുതിയിടാൻ പറഞ്ഞു. അങ്ങനെ കുറെ പേര് എഴുതിയിട്ട് എഴുതാൻ പറ്റാത്ത കുറെ സുഹൃത്തുക്കളുണ്ട്. അത് വേറൊന്നുമല്ല, അവർക്ക് വലിയ ബോക്സിനകത്ത് ഇവിടെ ഇടാനായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയൊരു ബോക്സിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആരും മതിയായിട്ട് ശ്രദ്ധിച്ച് കാണത്തില്ല. അന്നേരം നമ്മളെ സൈഡിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെ ആളുകൾ ചെയ്തിട്ടുണ്ട്, കുറെ ആളുകൾ വന്നു കണ്ടു. അന്നേരം അടുത്ത ഞങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് നമ്മൾ അത് ആശംസിക്കുന്നു. അന്നേരം ഇപ്പോഴത്തെ വിജയി നമ്മളെ ചെറുങ്ങനാണ്. മോനെ ഇവിടെ പഠിക്കുന്നു പറ. ഞാൻ നെർണം മത്തമ്മൻ സ്കൂളിൽ പഠിക്കും. എത്രാം ക്ലാസ്സിലാണ്? 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ്സിലാട്ടാ. ഇവനാണ് ഈ അതായത് പരിമലപ്പള്ളിയിലെ നമ്മൾ ഏറ്റവും വലിയ മാവിന്റെ വിജയ്. ഓക്കെ, അങ്ങനെ നമ്മളാണ്ട് ഇവിടെ പരിമല ഇന്ന് 5-ാം തീയതി അല്ലേ? 5-ാം തീയതി അല്ലേ? 5-ാം തീയതിയാണ്. 5-ാം തീയതി നമ്മളെ മോന് തന്നെ ഈ മാവ് അതേപോലെ അങ്ങോട്ട് കൊടുക്കുക. മോനെ കൊണ്ടുപോവോ? ഓട്ടോക്കകത്ത് തന്നാ ഇതിനു വേണ്ടി നിലനിർത്തി തന്നല്ലേ? അങ്ങനെ നേരെ കൊണ്ടുപോക്കോ. അടിപൊളിയായിട്ട് വെച്ച് വളർത്തി അടിപൊളിയാക്കണം കേട്ടാ. 4 kg വാങ്ങിക്കോ. ഓക്കെ ഓക്കെ, കൊണ്ടുപോകോ. ഇതങ്ങ് കൊണ്ട് വെച്ച് കൊടുക്കാൻ മോനെ. മാമനെ ആണ്ടേ നമ്മളിപ്പം കുറെ പ്ലാന്റുകൾ ഇരിപ്പുണ്ട്. അതിന് താണ്ട് എന്താ പറയാ, നേരെ ഓട്ടോക്കകത്ത് കൊണ്ട് വെച്ച് കൊടുക്കുകയാണേ. വേണ്ട ഓട്ടോയിൽ കയറുന്നില്ലല്ലേ? ഓട്ടോ ഇരിക്കുന്നില്ല അണ്ണാ. നമ്മളിപ്പോൾ പരിമലപ്പള്ളിയിലാണ് നിൽക്കുന്നത്. ഇന്ന് 4-ാം തീയതിയാണ്. രാവിലെ നമ്മളെ കൊട്ടാരക്കരയിൽ നിന്ന് വന്നേ അല്ലേ ഏട്ടാ? അണ്ണാ ചേച്ചി കൊട്ടാരക്കര എന്നല്ലേ? ആണോ? വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് നമ്മളെ ചെടി മേടിച്ചിട്ടുണ്ടല്ലോ. 7 വർഷത്തിന് മുമ്പ് ഇവിടെ ചെടി മേടിച്ചിട്ടുണ്ടായിരുന്നു. 7 വർഷത്തിന് മുമ്പ് മാംഗോസ്റ്റിൻ മേടിച്ചിട്ടുണ്ട്. അത് വീട്ടിൽ നന്നായിട്ട് നിൽപ്പുണ്ടല്ലോ, വളർന്ന് നിൽപ്പുണ്ട് കേട്ടാ. അന്നേരം 7 കൊല്ലം മുമ്പാ അന്ന് വന്ന് സാധനം മേടിച്ചിട്ട്. പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് സാധാരണ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് മേടിക്കുന്ന കേട്ടോ. തിരക്കില്ലാതെ സമാധാനത്തിൽ വന്ന് സാധനം മേടിച്ചിട്ട് പോവാം. അന്നേരം പരിമലപ്പള്ളി മാന്നാറാണ് നിൽക്കുന്നത്. കറക്റ്റ് ആദ്യകാല വസതിയിലാണ്. ആദ്യകാല വസതിയുടെ തൊട്ട് സൈഡിൽ നമ്മളെ നേഴ്സറി ഉണ്ട്. അവിടെ വന്നപ്പോൾ അന്ന് 7 കൊല്ലം മുമ്പ് നമ്മൾ ഇന്നലെ വന്നതല്ല, 7 കൊല്ലം മുമ്പ് വന്ന് ചെടി മേടിച്ച. മോന്റെ പേരെന്തുവാ? ഡെൽവിൻ. മോന്റെ ചേച്ചിയുടെ പേര്? അണ്ണന്റെ പേര് മനോജ്. കൊട്ടാരക്കര കേട്ടാ, കൊട്ടാരക്കര മനോജ്. ഓക്കെ, അന്നേരം കാണാം. ഇനി അടുത്ത 10-15 കൊല്ലം കഴിയുമ്പോഴും ഇതേപോലെ ഒന്ന് പറയാം. കൊല്ലം ആശ്രമത്ത് വരുന്നുണ്ട്. വന്ന് എന്തൊക്കെ മേടിച്ചിട്ടുണ്ട്? പ്ലാവ്, ഒരു തെങ്ങ്, ഒരു എങ്ങനെയൊക്കെ ചേച്ചി എങ്ങനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നിപ്പുണ്ട്. ഇപ്പൊ ഞങ്ങള് റബ്ബറൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് തൈകൾ ഓരോന്ന് വെച്ച് 4 വർഷം റബ്ബറല്ലേ? ഈ റബ്ബറിന്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ റബ്ബർ ഇതിന്റെ വളം മൊത്തം വലിച്ചെടുക്കും. നമ്മൾ എന്ത് വളം കൊടുത്താലും റബ്ബറെല്ലാം കട്ട് ചെയ്തിട്ട് തെങ്ങും തൈയും ഇങ്ങനത്തെ കൃഷിയായിട്ട് മാറ്റുക. നന്നായി അല്ലേ? ഒരു സമയത്ത് റബ്ബറിന് ഭയങ്കര വിലയായിരുന്നു. പക്ഷെ ഇപ്പം എങ്ങനെയുണ്ട് റബ്ബറിന്റെ വില വളരെ മോശമാണ്. ഓക്കെ, മാത്രമല്ല വെട്ടുകാരനെ കിട്ടുന്നില്ല. നമ്മൾ ഒരു വീട്ടില് ഇത്രയും മരം ഉണ്ടെങ്കിൽ ഒരു വെട്ടുകാരൻ വീട്ടിൽ വേണം അല്ലേ? ഓക്കെ, അന്നേരം ഞങ്ങൾ കൊല്ലന്ന് മേടിച്ചോണ്ട് വെച്ചാൽ എല്ലാ സാധനവും കിളിച്ച് ഞങ്ങളുടെ തക്കാളിയിലെല്ലാം കായുമായി. അടിപൊളി, സന്തോഷം. കേൾക്കുമ്പോ ഒരു സന്തോഷമില്ലേ? ഓക്കെ, ശരി. അന്നേരം ഇനി അടുത്ത കൊല്ലം കാണാം. ഓക്കെ ഓക്കെ.